ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽ മാച്ച് അവസാനം ഒരു വിവാദ മത്സരമായി തീർന്നു എന്ന് വേണം പറയാൻ. ഈ മാച്ചിൻ്റെ റിസൾട്ടിൽ ആകെ മൊത്തം നിരാശരാണ് രാജസ്ഥാൻ്റെ ആരാധകർ. കാരണം രാജസ്ഥാൻ്റെ പോക്കറ്റിൽ വന്ന മാച്ചായിരുന്നത്. ഒരു ഘട്ടത്തിൽ 30 പന്തിൽ 63 റൺസ് 7 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് 20 റൺസിൻ്റെ വിജയം ഡൽഹി ക്യാപിറ്റൽസ് നേടിയത്. വിവാദ ക്യാച്ചിലൂടെ നായകൻ സഞ്ജു സാംസന്റെ വിക്കറ്റ് വീണതോടെ ചീട്ടുകൊട്ടാരം പോലെ രാജസ്ഥാൻ റോയൽസ് തകരുകയായിരുന്നു. 46 പന്തിൽ 86 റൺസാണ് സഞ്ജു സാംസൺ നേടിയത്. നായകന്റെ മികച്ച ഇന്നിംഗ്സ്. ഡൽഹി ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചു പറത്തിയ സഞ്ജു സാംസൺ രാജസ്ഥാന്റെ എല്ലാ ആരാധകർക്കും ഒരു സെഞ്ചുറി പ്രതീക്ഷ നൽകിയിരുന്നു. 222 റൺസിന്റെ ടോട്ടലാണ് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാന് മുമ്പിൽ വെച്ചത്. രാജസ്ഥാന്റെ ബോളിംഗിൽ ആവേശ് ഖാനും യുസ്വേന്ദ്ര ചഹലും എല്ലാം റൺസ് വാരിക്കോരിക്കൊടുത്തു. ഡൽഹി ക്യാപിറ്റൽസിന്റെ തുടക്കം മികച്ചതായിരുന്നു. ജെയ്ക് ഫ്രോസനും അഭിഷേക് പോറലും തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ പുറത്തായ ശേഷവും ആ മൊമെന്റം 20 ഓവർ വരെ ഡൽഹി ക്യാപിറ്റൽസ് കൊണ്ടുപോയതാണ് അവരുടെ ഈ വിജയത്തിന് കാരണമായത്. വിക്കറ്റ് വീഴുന്നുണ്ടായിരുന്നെങ്കിലും റൺസ് തടയാൻ രാജസ്ഥാൻ റോയൽസ് ബോളർമാർ നന്നായി വീർത്തു. സ്റ്റബ്സിന്റെ അവസാന ഓവറിലെ മികച്ച ഇന്നിംഗ്സ് 20 പന്തിൽ 40 റൺസാണ് താരം നേടിയെടുത്തത്. ഇതുകൊണ്ടാണ് അവർക്ക് 222 റൺസ് എന്ന വലിയ ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചത്. രാജസ്ഥാന്റെ തുടക്കം പിന്നെയും പാളി. ജയ്സാൽ വീണ്ടും ലെഫ്റ്റ് ആം പേസർമാരുടെ ഷോർട്ട് ബോളുകൾക്ക് താരം വിക്കറ്റ് കൊടുക്കുകയാണ്. ബട്ട്ലറും വീണ് കിട്ടിയ ചാൻസ് മുതലാക്കിയില്ല. യഥാർത്ഥത്തിൽ റോയൽസ് തോറ്റ നിമിഷം സഞ്ജു സാംസന്റെ പുറത്താകലായിരുന്നു. ഇത് ടേണിംഗ് പോയിന്റാണ് ഈ മാച്ചിന്റെ. മുകേഷ് കുമാർ എറിഞ്ഞ 16 ഓവറിന്റെ 4-ാം പന്തിൽ സിക്സർ നേടേണ്ടിരുന്ന പന്താണത്. ഷെയ്ഹോബ്സ് കയ്യിലൊതുക്കുകയായിരുന്നു. തേടംബർ അധികം വൈകാതെ തന്നെ ഔട്ട് പിരിച്ചു. താരം ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നു എന്ന് വ്യക്തമാണ്. അധികം സമയമെടുക്കാതെ വേറൊരു ആംഗിളും നോക്കാതെയാണ് തേടംബർ ഔട്ട് പിടിച്ചത്. ഇതിനെതിരെ അമ്പയറിനോട് പോയി സംസാരിച്ച സഞ്ജു സാംസന് മാച്ചിന് 30% പിഴയും ഈടാക്കിയിട്ടുണ്ട്. എന്നാൽ മോശം തീരുമാനമെടുത്ത അമ്പയറിനെതിരെ എന്ത് തീരുമാനമാണ് BCCI എടുത്തിട്ടുള്ളത് എന്നാണ് ആരാധകർ പറയുന്നത്. ഈ IPL സീസണിലെ മിക്ക മാച്ചുകളിലും ഇങ്ങനെ ഓരോ ഡിസിഷൻസ് അമ്പയർമാരുടെ ഫോൾട്ട് ഉണ്ടാകുന്നുണ്ട്. രാജസ്ഥാന്റെ കഴിഞ്ഞ സൺറൈസേഴ്സിനെതിരെയുള്ള മാച്ചിലും ഇതുപോലെ ഡിസിഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ക്രൂഷ്യൽ മാച്ചായിരുന്നെങ്കിൽ, പ്ലേ ഓഫ് മാച്ചോ അതോ ഫൈനൽ മാച്ചോ ആയിരുന്നെങ്കിൽ ഈ ഒരു ഒറ്റ തീരുമാനത്തിൽ ആ ടീം തന്നെ പുറത്താകുമായിരുന്നു. ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്ന അമ്പയർമാരെ ബാൻ ചെയ്യണമെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടതാണ്. സഞ്ജു ഔട്ടായതിനു ശേഷം കളി തിരിച്ചു പിടിക്കുകയാണ്. ഇഷാന്ത് ശർമ്മയ്ക്ക് 1 ഓവർ ഉണ്ടായിട്ടും കുൽദീപ് യാദവിനെ കൊണ്ട് 18-ാം ഓവർ എറിയിച്ച ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയാണ് എടുത്തു പറയേണ്ടത്. കുൽദീപ് യാദവ് ആകട്ടെ മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. കൂടാതെ മുകേഷ് കുമാറും മികച്ച ബോളിംഗ് കാഴ്ചവെച്ചു. റോമിൻ പവലിന് പോലും ആ ബോളിൽ തൊടാൻ കഴിഞ്ഞില്ല. രാജസ്ഥാന്റെ കഴിഞ്ഞ 2 മാച്ചുകളിലായി അവസാന ഓവറുകളിൽ അധികം റൺസ് വഴങ്ങുന്നുണ്ട്. ഇങ്ങനെ അധികം റൺസ് വഴങ്ങുന്നതുകൊണ്ടാണ് അധികം വലിയ ടോട്ടലുകൾ എതിർ ടീമുകൾ എടുക്കുന്നത്. യുസ്വേന്ദ്ര ചഹൽ കഴിഞ്ഞ 2 മാച്ചുകളിലായി അധികം റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. ഇനി 3 മത്സരങ്ങളുണ്ട് രാജസ്ഥാന്. ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്താണുള്ളത്. സഞ്ജു സാംസൺ ഒറ്റയ്ക്ക് പടപെട്ടി എത്തിയ ആളാണ്. സഞ്ജുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് അമ്പയർ ആണെങ്കിലും അംബാനി ആണെങ്കിലും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.